ഹലോ ഗായ്സ്, ജിയോൺസ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സോ നമുക്കപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വെക്കേഷൻ സ്റ്റാർട്ടായി. അതുപോലെ തന്നെ ഇന്ന് കറണ്ടില്ല. കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് TV കാണാമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ മുകളിലുള്ള ക്യാരം ബോർഡ്, കട്ട, അതിനെ പറ്റിയൊക്കെ ഞങ്ങൾ ഓർത്തത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കട്ടകളൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട് പണ്ട് എവിടെയോ ഇട്ടാണ് ഇവള് ഇടയ്ക്ക് എൻ്റെ അനിയത്തി ഇടയ്ക്ക് കളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കാണാനൊന്നുണ്ടായില്ല. ഇപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പറക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കീറിയിട്ട് നോക്കാം. സോ ഗൈസ്, നമുക്കപ്പോൾ ഇത്രയും കട്ടകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഇങ്ങനത്തെ സാധനമാണ് കൂടുതലും. പിന്നെ ഇങ്ങനത്തെയും നമുക്കൊരു ബ്ലോക്ക് പോലത്തെ സംഭവം നമുക്ക് ഫിക്സ് ചെയ്യാമെന്നാണ് എൻ്റെ തീരുമാനം. സോ അതാണ് എൻ്റെ അനിയത്തി. ആരും കണ്ടില്ല എന്ന് പറയണ്ട. നമ്മളെ പണ്ടത്തെ ഒരു വീഡിയോയിൽ ഇവിടെ വന്നിട്ടായിരുന്നു. സോ ജസ്റ്റ് ഒരു കീറിയയിൽ ഞാൻ ഇതാക്കിയിട്ടാണ്. എൻ്റെ ദൈവമേ, ഇതിനകത്ത് മിക്കവാറും വേസ്റ്റ് പെറുക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, ഇവിടെ പണിയാ. ഇതൊക്കെ എന്തുവാടേ വേസ്റ്റ് പെറുക്കി കളയേണ്ട അവസ്ഥ. കൊട്ടേനകത്തിട്. എൻ്റെ അടുത്ത് ആജ്ഞാപിക്കുന്നു. ഞാൻ പറിക്കാൻ കിട്ടിയിടാ, നീ കൊട്ടയ്ക്കകത്തിട്ട്. സോ ഗൈസ്, നല്ല പണി കിട്ടിയിട്ടുണ്ട്. നല്ല പണിയും തരുന്നുണ്ട് വിളി. മഴയ്ക്കൊരു വീഡിയോ എടുക്കാനും ശ്രമിക്കില്ല ഗൈസ്. നോക്കി പണ്ടെന്തോ ഒരു ഫോൺ ഉണ്ടാക്കി വെച്ചാൽ ഇതൊക്കെ പങ്കെടുത്താനാണോ പുറകെ കൂട്ടി. ഇതൊരു യൂണിക്കോണിൻ്റെ സ്റ്റിക്കർ. ഇതൊക്കെ ഫ്ലാഷ് ലൈറ്റ് വേണമെങ്കിൽ കിട്ടിയേക്കാണ്. അതെനിക്ക് വേണ്ട, പിടി. സോ നമുക്കപ്പോൾ ഇനിയിപ്പോൾ എന്തുണ്ടാക്കുന്നതാണ് ഞാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. സോ നോക്കാം. കൊണ്ടോ ഇതും കൊണ്ടോ എല്ലാം കൊണ്ടോ, ഒന്നും ഇവിടെ വേണ്ട. സോ നമ്മുടെ ഇങ്ങനത്തെ കട്ടകൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്കിത് ഇങ്ങനത്തെ ഇത് കട്ടകൾ മാത്രം നമുക്ക് അവൈലബിൾ ആയാൽ മതി. സോ അങ്ങനത്തെ കട്ടകൾ കുറേ ഉണ്ട്. അതാണ് മെയിൻ ഫീച്ചർ. ഇടി ഇതും കൂടെ എടുത്തോണ്ട് പോവാ. നമ്മുടെ ക്യാരം ബോർഡാണ്. ഇതിനകത്ത് കളിക്കണതൊക്കെ ഉണ്ട്. നമ്മൾ കളിച്ചിട്ടൊരു വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും. കളിക്കാറൊക്കെ ഉള്ളതാണ്. കളിക്കുകയാണെങ്കിൽ ഞാനും വെള്ളം, അല്ലെങ്കിൽ താഴത്തെ വല്ല കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും കളി. പറഞ്ഞു ഇത് പിന്നെ ഓർഡർ ചെയ്ത് നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല, ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താണ് നമ്മൾ. കാര്യങ്ങൾക്ക് എനിക്ക് പണ്ടൊരു RC കാർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ RC കാർ ഓർഡർ ചെയ്തപ്പോൾ വാങ്ങിയതാണ്. ഇവൾക്കും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇവൾക്കും ഉണ്ട് ഇപ്പോൾ ഒരു RC കാർ. എൻ്റെ RC കാർ ഫുള്ള് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇവൾക്കിപ്പോൾ ഒരു RC കാറുണ്ട്. ഇത് നല്ല കാറാണ്, പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു വോയിസിനൊക്കെ എന്തൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതങ്ങ് പോയിട്ട് അത് ഓടി. എൻ്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഫസ്റ്റ് കത്ത് വരുന്നു. പക്ഷെ ഇപ്പം എന്തോ ഒരു കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ട്. ചാർജ് ഇല്ലാത്തതിനാണോ, ചാർജ് ചെയ്ത് ശീലമില്ലാത്തതാണ്. ഓക്കെ, നമുക്ക് പറഞ്ഞു താമസിച്ചിട്ടുണ്ടോ അതൊക്കെ പെറുക്കിൽ തീർക്കാം. സോ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം എല്ലാം പെറുക്കി കഴിഞ്ഞു. നമുക്കിപ്പോൾ എന്തുണ്ടാക്കുന്നതാണ് നമ്മുടെ സംശയം. സോ അത് നമുക്ക് സ്ലേറ്റ് ബെഞ്ചിലൊക്കെ സ്ലേറ്റ് ബെഞ്ചിൽ. സോ നമുക്കപ്പോൾ ഇനി എന്താണ് ഉണ്ടാക്കാമെന്നൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒന്നും എൻ്റെ കയ്യിൽ അറിയില്ല. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മഞ്ഞ വണ്ടികളെല്ലാം അടുപ്പിച്ച് വെക്കാനാണ്. ടയറവിടെ സോ അടുപ്പിക്കുകയാണ്. ഇതെന്നെ അടുപ്പിച്ചോ, ഞാൻ ആജ്ഞാപിക്കുന്നു. അവളെ വർക്ക് ചെയ്യുന്നു. അടുപ്പിച്ചോ, നമ്മൾ പെറുക്കി കൊടുക്കുകയാണ്. ഇനി ഉണ്ടാവണല്ലോ എവിടെ. സാധാരണ നമ്മൾ ഒരു സെറ്റ് വാങ്ങുമ്പോൾ ജസ്റ്റ് ഒരു 2-3 വണ്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇത് നമ്മൾ വാങ്ങിയപ്പോൾ നിറച്ചും വണ്ടികളായിരുന്നു, നിറച്ചും കട്ടായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. സോ ഗൈസ്, വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്നാലാണ് നമുക്ക് ഒന്ന് ക്ലിയറായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ സപ്പോർട്ട് നൽകണം. പിന്നെ അറിയാലോ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെച്ച് താമസിപ്പിക്കണ്ട, ഇത് നിൽക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ടയർ എന്താ കുഴപ്പമൊന്നും അറിയില്ല. ടയർ അടക്കിടയ്ക്ക്. സോ ഗൈസ്, ഇതിപ്പോൾ ഒരു വലിയൊരു മാല പോലെ ആയിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ ഒരു വലിയൊരു മാല പോലെ ആയിട്ടുണ്ട്. വലിയൊരു തീവണ്ടി. അതോ ടയർ പോയി.
ഒരു ടയർ എടുക്കുക ഇങ്ങോട്ട് വെച്ച് ജസ്റ്റ് ഒരു എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് നടത്തി നോക്കാം. സോ ഗൈസ് അപ്പോൾ ആ പരിപാടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ടയറൊന്നും ഊരിപ്പോണില്ല. ഇത് ഇത്രയും വലിയൊരു തീവണ്ടിയാണുള്ളത്. എടി ഇതൊന്ന് ഓടിച്ച് കാണിക്കി. ഓടിക്ക് ഡി ഒന്ന് ഓടി. സൈസ് ഇതപ്പോൾ ഇത് ഓടിക്കുകയാണ് കാണിക്കി. ഇതാ ഗൈസ് സോ ഗൈസ് നിങ്ങൾക്കപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വട്ടം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ബാക്കിൽ നിഴൽ രസമുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. സത്യം പറയാലേ കറക്റ്റ് നമുക്ക് ഇങ്ങനെ കാണണം, എന്നാലേ ഭംഗിയുള്ളൂ. സോ ഗൈസ് വട്ടയുണ്ട്. സോ ഗൈസ് ഇതൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി കൂട്ടിപ്പോയി. സോ ഗൈസ് ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി അടുത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. എന്തേലും ഇതുണ്ടോ? സോ ഗൈസ് ഇതവള് പണി ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കാണിച്ചു തരാം. ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കിയാണ്. ഇതുണ്ട് ഗൈസ് അവളെന്തോ പണിഞ്ഞുണ്ട് അതിനകത്തോട്ട്. വട്ടാട്ടോ സത്യം പറയാലോ എല്ലാം വട്ടാക്കി. സോ ഗൈസ് നമുക്കപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കണത്. സ്വിമ്മിംഗ് പൂള് പോലെ എല്ലാം ഉണ്ടാക്കുമോ? അല്ലേ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. സ്വിമ്മിംഗ് പൂള് വേണ്ട. നീ ഒന്ന് സജസ്റ്റ് ചെയ്യും എന്നിപ്പോൾ ഉണ്ടാക്കാം. ചിന്തിച്ചിരിക്കല്ലേ പറ. മറ്റേ ഇങ്ങനത്തെ കട്ടില്ലേ, ഈ കട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ക്വയർ ആക്കാം. അത് വെച്ച് ചെറിയ ചെറിയ കട്ടുകൾ വെക്കാം. എന്നിട്ട് അതിന് മുകളിൽ ഇങ്ങനെ പിന്നെ വെക്കാം. എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ വെക്കാം സൈഡിലായിട്ട് ഇങ്ങനെ. എന്നിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് നോക്കുമ്പോൾ വെച്ചിട്ട് പിന്നെ കട്ട്. സോ ഗൈസ് നമുക്കപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. സോ നമുക്കില്ലേ ഈ കളേഴ്സ് നമുക്ക് വേർതിരിച്ച് വെച്ചാലോ? ഇവിടെ പണ്ട് ഈ സാധനം കൊണ്ടുവന്നപ്പോൾ തന്നെ ഇങ്ങനെ കുറേ കളേഴ്സ് ഇങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്കിപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. സോ ഗൈസ് ഞാനപ്പോൾ പച്ച കളറാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. നീ റെഡ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് റെഡും പച്ചയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് ചെയ്യാം. സോ ഗൈസ് അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. കുറച്ചുണ്ടായിരുന്നു, അതിൽ റെഡ് കട്ട് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഇതിൽ റെഡ് കട്ട് ഉണ്ടാവുന്നത് കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ കമൻറ്റിലിടും കേട്ടോ. ഓ ഗൈസ് കറണ്ട് വന്നു ഭാഗ്യമുണ്ട്. കറണ്ട് വന്നു. എന്നാലും സാറൊന്നുമില്ല, ഞങ്ങൾ ടി വി ഒന്നും കാണില്ല. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആക്കണം ഗൈസ്. സോ ഗൈസ് താഴെ ടി വി ഓണാണ്. നമുക്ക് ഓഫാക്കിയിട്ട് വരാം. സോ ഗൈസ് നമുക്കിപ്പോൾ ടി വി ഓഫാക്കണം. ഓണായി. ഓക്കെ ഓഫായിട്ടുണ്ട്. സൈസ് അപ്പോൾ ഓക്കെ വാതിൽ പുറത്തറിയലുണ്ടോ? പുറത്താൻ വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ സൈസ് അപ്പോൾ നമുക്ക് പോവാം. സൈസ് അവളപ്പോൾ പണി തുടങ്ങി കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് ഇങ്ങനെ വേർതിരിച്ച് വെക്കണം. റെഡ് വേർതിരിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇനി ഓറഞ്ച് ചെയ്യാം. സൈസ് അപ്പോൾ നമ്മൾ ഓറഞ്ച് ഞാൻ ചൂസ് ചെയ്തു. സൈസ് ഓറഞ്ച് അങ്ങനെ വേർതിരിച്ച് വെക്കാം. കുറച്ച് കട്ടപ്പണിയാണ്. മഞ്ഞ നീ വേറെ കളർ ചൂസ് ചെയ്യും. പിങ്കോ? ഞാൻ ബ്ലൂ കൊടുത്തേ. ഈ ബ്ലൂ കൊടുത്തേ. ഓറഞ്ച് കൊടുത്ത കഴിഞ്ഞില്ലേ? ഞാനപ്പോൾ ബ്ലൂ കൊടുത്തു. ഓക്കെ ഗൈസ് കുറച്ച് കട്ടപ്പണിയാണ്. ഞാൻ ബ്ലൂ അല്ലേ ചെയ്തെടുക്കുന്നത്. പോട്ടെ, എൻ്റെ കഴിഞ്ഞില്ല. ഇവിടെ കഴിയണം പണിയാണുള്ളത്. ഇതിങ്ങനെയല്ല, ഇനി വേറൊരു സംഭവമുണ്ട്, കാണാനുള്ള ഭംഗിയായിരിക്കും. സോ നമുക്കത് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഫസ്റ്റ് ഘട്ടമാണിത്. സോ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലിങ്ക് ഞാൻ അതിനകത്തോട്ട് ഇടാം കേട്ടോ. വീണ്ടും ആവർത്തിച്ച് പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ ചിലപ്പോൾ ആദ്യമൊക്കെ വെച്ചേക്ക് നിങ്ങൾ വീഡിയോ കാണുക. കാരണം അത്രയ്ക്കും പൊട്ട വീഡിയോസ് ആണല്ലോ നമ്മൾ. പൊട്ട വീഡിയോസ് മീൻസ് ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ വലിയ നല്ല വീഡിയോസ് ഒന്നുമില്ലല്ലോ. ഒരു പച്ചങ്ങ വെള്ളം കിട്ടുക. വെള്ളം എനിക്കും വേണം. ഇതിനകത്തിട്ട് വെള്ളം വെക്ക്. നമുക്ക് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചെയ്യും. സോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് 1 2 3 4 5 6 7 കളേഴ്സാണ്. 7 കളേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എടി നമുക്കില്ലേ ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് വൈറ്റ് വെച്ചിട്ട് ഒരു റോ ഉണ്ടാക്കാം. ഞാൻ സംഭവം ഉണ്ടാക്കി വെച്ചേക്കട്ടെ. ബട്ട് കേസ് പിന്നെ എടി എന്നാ വെച്ചോ. വെച്ചു ഫസ്റ്റ് വൈറ്റ് കട്ട ഇങ്ങനെ വെച്ചോ. കറക്റ്റ് റോല നമ്മളപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്കത് വെക്കാതെ അറിയില്ല. വെക്കാറിയില്ലേ? കഥയാ എനിക്കറിയില്ല ഗൈസ്. സോ അവിടെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ വെള്ളം കംപ്ലീറ്റ് ആയി തോന്നുന്നു. പച്ച നമുക്ക് വെക്കാം തൊട്ട് ബാക്കിൽ. ഇതുപോലെ വെക്കുക. നമുക്ക് ഈ ഒരു ഹൈറ്റ് മതിയാവും കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ആ ഒരു ഹൈറ്റ് മതി. അപ്പം ഇതൊന്നോ ഇതൊന്നു വന്നേ എല്ലാം വെച്ചപ്പോൾ അത് സാറില്ല. നമുക്ക് ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഗൈസ്. ഇത് ലേശം ടാസ്ക് ആയിട്ടുള്ള പണിയാണ്. സത്യം പറയില്ല, ലേശം ടാസ്ക്കാണ്. ഇപ്പോൾ ഇവിടെ കറക്റ്റായില്ലേ? ഇത് അത്യാവശ്യം നല്ല ടാസ്ക് ആയിട്ടുള്ള പണിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിഗർ ഇളകിപ്പോയി. ഇത് നമ്മളിപ്പോൾ കറക്റ്റ് നമ്മൾ വരച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ ചെറുത്തോളാം. ഇവിടുത്തെ വേലക്കാരി ഇപ്പോൾ തന്നെ ഇങ്ങനെ ആയതുകൊണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കും ബാക്കിയും കാണാൻ. കുറേ ഉണ്ട് ഇതില്. അതിനകത്തിപ്പോൾ കുറേ ചെയ്യാണ്ട് പരിപാടി. അത്യാവശ്യം നല്ല കട്ടപ്പണിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇളകിപ്പോയാലാണ് പ്രശ്നം. ഇതിപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതുപോലെ നമുക്ക് ഈ കളർ ഇതൊക്കെ വെക്കുമ്പോൾ എന്ത് ഭംഗിയാണ്. ഇനിയുണ്ടല്ലേ ഗ്രീന്? ഏറ്റവും കൂടുതലുള്ള എനിക്ക് തോന്നുന്നു മഞ്ഞയും നീലയുമാണല്ലേ. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതലുള്ളത്. വലിയ കട്ട ഈ നീലയിലില്ലല്ലോ. ഏത് വലിയ കട്ട? അത് സാറില്ല. അപ്പോൾ വേണം നിർബന്ധമൊന്നുമല്ല. സോ ഗൈസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ കറക്റ്റ് അല്ലേ? ഒരു റോ ബാക്കി വന്നു അല്ലേ? ഇപ്പൊ തന്നെ കാണാൻ ഭംഗിയുണ്ടല്ലോ അല്ലേ? അടുത്ത പിങ്ക്. അപ്പൊ ഏകദേശം ഇങ്ങനെയൊക്കെ ആയി. പിങ്ക് കുറവല്ലേ ഗൈസ്? ഓക്കെ എന്നാലേ നല്ല ഇവിടെ ഇട്ടൊന്ന് ടച്ച് ചെയ്തു. ഇത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഫിഗർ ഇളകുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടാം. ഓറഞ്ച് കാണാനാ ഭംഗിയില്ലേ? ഓറഞ്ച് അത്യാവശ്യം രസമൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്. ഓ ഗൈസ് ഇവിടെ എന്തൊരു പ്രശ്നം എനിക്ക് മനസ്സിലായി. ഓക്കെ ഗൈസ് പ്രശ്നം എനിക്ക് മനസ്സിലായി. നീ ഒന്നും ചെയ്യണ്ടപ്പോൾ. ഓക്കെ ഗൈസ്. ഓക്കെ സോ ഗൈസ് ചെറുതില്ല സാറില്ല. സോ ഗൈസ് അതോടെ ചെയ്യാം. ഓക്കെ ഗൈസ് അതുപോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്നെ ഫോളോയും കൂടെ ചെയ്യണം കേട്ടോ. ഫോളോ ചെയ്യേണ്ടത് ഡിയോൺസ് ക്രിയേഷൻ അല്ല, ഡിയോൺ സനീഷ് എന്ന് പറഞ്ഞാൽ എൻ്റേതാണ്. എൻ്റെ അക്കൗണ്ടാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ചെയ്യുവാണെങ്കിൽ കേട്ടോ. ഒന്നല്ല റെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഇടയ്ക്കിടയ്ക്ക് റെഡും ഇതൊക്കെ ചെറുതായിട്ട് മിസ്സിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താ ഞാൻ താഴേന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ താഴേന്ന് ഇപ്പം തന്നെ ഏകദേശം ഇങ്ങനെയുണ്ട്. ഇത് ഭംഗിയുണ്ട് അല്ലേ? ഇതിങ്ങനെ ഫുള്ളങ്ങ് വെക്കണം. ഇനി മഞ്ഞയും കൂടെ നമുക്ക് വെക്കണം. ഫസ്റ്റ് ഈ റെഡ് കംപ്ലീറ്റ് ആവട്ടെ. ഒരു റെഡും കൂടെ വെക്ക്. അതല്ല ചെറുത് വെക്ക്. രസം ഉണ്ടല്ലേ? ഈ റെഡ് കാണാൻ ഭംഗി. റോസാപ്പൂവിൻ്റെ കളർ. നമ്മൾ വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടാറുള്ളൂ ഗൈസ്. ഇങ്ങനെ വീഡിയോ ഇടാൻ എനിക്ക് വലിയ കണ്ടൻ്റൊന്നും അറിയില്ല. വല്ല കണ്ടൻറ്റിനും വല്ല നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് പറയുക കേട്ടോ. കമൻറ്റ് ഇടുക കേട്ടോ. കൂടുതലും കാണുന്ന എൻ്റെ ഫ്രണ്ട്സായിരിക്കും. വേറെ അങ്ങനെ ആരും കാണാനില്ലല്ലോ. അപ്പോൾ കാണുന്നവർ ഷെയർ ചെയ്യാം കേട്ടോ. കുഞ്ഞിക്കട്ട ഓക്കെ ഗൈസ്
ലേശം പണിയാണ്. ഞാൻ സഹായിക്കലോ. ഇതിപ്പോൾ ഈ കട്ടിയിലല്ല നമ്മൾ അന്ന് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പക്ഷേ അന്ന് ഞങ്ങളല്ല ഇവളുണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടെ കട്ടിയിലുണ്ടാക്കി. അതുകൊണ്ട് കുറേ ഡിസ്റ്റൻസ് വന്നില്ല ഈ ഒരു ഡിസ്റ്റൻസിൽ തന്നെ, പക്ഷെ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു എന്നുള്ളൂ. അന്ന് ലാസ്റ്റ് വെച്ചത് ഈ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ആ ഫോട്ടോസ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഒരു കവറും വെച്ച് ഒരു മുട്ട ഉണ്ടാക്കി കാണിച്ചു തന്നില്ലേ? അതിനകത്ത് എന്താ സംഭവം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോവാണ്. എന്തായാലും ആൾക്ക് നിങ്ങൾ ഗസ് ചെയ്ത് കാണും. ഇതിനകത്ത് എന്താണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കീറുക. അപ്പം നിങ്ങൾക്ക് അറിയാം എന്താ സംഭവം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ മനസ്സിലായല്ലോ, ഇതൊരു കട്ടയാണ് ഇതിനകത്തുള്ള. ഇതാണ് ഞാനപ്പോൾ ഇതിനകത്തോട്ട് കുത്തിക്കയറ്റി വെച്ചത്. ശേഷം അപ്പോൾ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇല്ല അത് വേണ്ട നമുക്കപ്പോൾ ഇത് തന്നെ മതി. വീഡിയോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഉഷാറാക്കി വിടുക കേട്ടോ. റിപ്പോർട്ടൊന്നും അടിക്കല്ലേ, ഉഷാറാക്കി വിടുന്നതിൻ്റെ ഇടയ്ക്ക് റിപ്പോർട്ട് അടിച്ചാൽ ഞാൻ പോയി ചത്ത് ഞാൻ വെച്ചതാ. നിങ്ങൾ പറ. നീ എന്നെ സഹായിക്കണ്ട. ഞാൻ സഹായിക്കും. നീയോ ഇത് ഇത്തിരി ഫിഗർ ഇത്തിരി അങ്ങോട്ട് ഇളകിപ്പോയിട്ടോ. ഇത്തിരി ഇളകിപ്പോയി, ചെറുതായിട്ട് പണി കിട്ടി. ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളകിപ്പോയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. സാരല്ല, നമുക്കപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. സോ ഗൈസ്, വർക്കൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഊക്കാൻ വേണ്ടി ഇക്കാല്ലേ, സ്കൂളിൽ പോയാലും ഊക്കല്ലേ, എവിടെ പോയാലും ഊക്കല്. പണിയാണ്. അപ്പോൾ നമ്മുടെ സാധനം കംപ്ലീറ്റ് ആയി. ഈ നാല് കട്ടകളും കൂടി കുറച്ചുകൂടി കട്ടകൾ വേണം. കുറച്ച് അവിടെ ഉണ്ട്, കുറച്ച് അവിടെ ആയിട്ട് അവൈലബിൾ ആണ്. സോ അത് നമുക്ക് ചെയ്യണം. മൊത്തം കട്ടിട്ട് നമുക്ക് വീഡിയോ ഇടുന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ നമുക്കങ്ങനെ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ കട്ടകളൊന്നും വേണ്ട. ഒരു 2 കട്ട നമുക്ക് ഈ മിഠായി പോലെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. 1, 2 ഒന്നുമല്ല, അത് ഇത്രയും മിഠായി പോലെയാണ് നമ്മൾ പൊതിഞ്ഞ് വെച്ചേക്കണേ. ഒരു വാലമുണ്ടായിരുന്നു, മൊത്തം കീറി പറിച്ച്. 2 കട്ട 2 മതി അല്ലേ? 2 മതി കേട്ടോ. സോ ഗൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഗൈസ്, ലാസ്റ്റ് നമ്മുടെ സാധനം കംപ്ലീറ്റ് ആയിരിക്കുന്നു. സോ ഗൈസ്, സ്ക്വയറൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷെ ഇപ്പം വേണ്ട. ശേഷം നമ്മൾ ഒരു ദിവസം ക്യാരംസ് കളിക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് ഇനിയും ഇവിടെ എന്തൊക്കെയോ ചെയ്യാൻ പോവാണ്, പക്ഷെ തികയില്ല. സോ അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. സോ നമ്മളിപ്പോൾ അങ്ങനെ സാധനം നോക്കി അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും ഈ ഒരു കട്ട വെച്ചിട്ട് ഫിക്സ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. രസം ഉണ്ടാവും. പിന്നെ ഇങ്ങനത്തെ കട്ട മാത്രമാണെങ്കിൽ രസം ഉണ്ടാവും, അതല്ല ഇങ്ങനത്തെ ആണെങ്കിൽ വലിയ രസം ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഗൈസ്, കുറച്ച് കഷ്ടപ്പെടലാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഈ കട്ടകളോട് എത്തിക്കാം. ഓക്കെ ഗൈസ്, കട്ടകളെല്ലാം കഴിഞ്ഞു. ഇനിയൊന്നുമില്ല. ഞാൻ പറഞ്ഞാണ് എത്തൂല. ഒരു 1-2 കട്ട ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാ ഓടെന്നോ ഇടയ്ക്കിടയ്ക്ക് മുളക് അടിക്കേണ്ട അവസ്ഥയാണ് ഇത് കാരണം. ഫിഗർ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ശേഷം ഇപ്പം തന്നെ എനിക്ക് രസം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചെങ്കിലും അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് കമൻറ്റിലോട്ട് ഇടുക കേട്ടോ, രസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അവിടെ രസം പോയിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞ. സോ ഗൈസ്, അപ്പോൾ ലാസ്റ്റത്തെ ഫിഗറും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. പക്ഷേ ഇത് രസം ഉണ്ടല്ലോ അല്ലേ? ഉണ്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റിലൂടെ അയക്കുക. ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓർമ്മ ബാക്കി വന്ന് ഉണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ റിപ്പോർട്ട് അടിക്കില്ലേ. പുതിയൊരു വീഡിയോ വെച്ച് കാണുന്നവരേക്കും ബൈ. അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ അപ്പോൾ പുതിയൊരു വീഡിയോ വെച്ച് കാണുന്നവരേക്കും ബൈ.